ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ്, അദ്ദേഹം ഒരു ട്രാവലറാണ്. അത് ചാനലിൽ കാണിച്ച് മലയാളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ഒരു പുതിയ വഴി വെട്ടി തുറന്നിട്ടുള്ള ആളാണ്. അത്രയും ഒക്കെ. പക്ഷെ എന്ന് വെച്ച് സന്തോഷ് ജോർജിന്റെ അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലും ഉള്ളത് എന്തോ വലിയ കാര്യമാണ്, ഇതാണ് ഏറ്റവും ഒരു വയസ്സായിട്ടുള്ള അഭിപ്രായം എന്ന മട്ടിൽ നമ്മൾ കരുതിയാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ യാത്രയും എഴുത്തും പറച്ചിലും ഒക്കെ നോക്കും വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു യാത്രികൻ മാത്രമാണ് അദ്ദേഹം. കേരളത്തിലൊക്കെ എത്രയോ വളരെ ഡീപ്പായി കാര്യങ്ങൾ കാണുന്ന, അത് പങ്കുവെക്കുന്ന, ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന എത്രയോ സഞ്ചാരികളുണ്ട്. ഇദ്ദേഹം അങ്ങനെ അല്ല എന്നുള്ളത് ഞാനൊരു കുറവായി പറയല്ല, അങ്ങനെ അല്ല എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിരിക്കട്ടെ, അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ എല്ലാത്തിനെ പറ്റിയും വളരെ ആധികാരികമായിട്ട് എന്ന മട്ടിൽ പറയല്ലേ, വെൽ സ്റ്റഡീഡ് ആണ് എന്ന മട്ടിൽ പറയാൻ. ഇപ്പൊ ഇത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ അദ്ദേഹത്തിൻ്റെതായി ഒരു വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുക. ഈ സംഭവം നടന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ കളക്ടർ ജയന്തി രവി എന്നാണ് അവരുടെ പേര്, ഗോദ്ര ജില്ലാ കളക്ടറായിരുന്നു അക്കാലത്ത്. അവർ ആ സംഭവ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇതൊരു അപകടമാണ്. അങ്ങനെയാണ്, ഒരു അപകടമാണ്, എങ്ങനെയോ തീ പടർന്നതാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. അന്നേ ദിവസം തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള വാജ്പേയി പറയുന്നത് ഇതൊരു അപകടമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഗുജറാത്ത് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, തുടർന്നുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം എന്നുള്ളതാണ്. പക്ഷെ ഉച്ചയോടുകൂടി അവിടെ എത്തിയിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഇടം വലമൊന്നും നോക്കാതെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് ISI എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ചാര സംഘടന, അതിന്റെ ഒരു മുൻകൈയിൽ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെ നടന്നിട്ടുള്ള ഒന്നാണ്, ഇത് ഭീകരാക്രമണമാണ്. സന്തോഷ് ജോർജ് എല്ലാം പറയുന്നത് ആധികാരികമായി എനിക്ക് മനസ്സിലായി എന്ന മട്ടിലാണ്. അങ്ങനെ ആധികാരികമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് എവിടെ നിന്നായിരിക്കാം? ഒന്ന് സംഘപരിവാറിന്റെ നരേഷനാണ്. അതിന് സഹായകരമായ തരത്തിൽ നാനാവതി കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. അതിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. നാനാവതി കമ്മീഷനെ മോദി ഗവൺമെന്റ് നിയോഗിച്ചതാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഗോദ്രയ്ക്കും 190 കിലോമീറ്റർ അപ്പുറത്ത് നടന്നിട്ടുള്ള ഒരു കലാപം ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഇത് മുസ്ലിം വർഗീയവാദികൾ നടത്തിയതാണ് എന്ന് കരുതുക. 91 പേരെ പ്രതി ചേർത്ത് കുറ്റപത്രമൊക്കെ ഉണ്ടാക്കി 32 പേരെ അതിൽ ശിക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു കുറ്റത്തിന്, ആ ഒരു കൃത്യത്തിന്, ആ ഒരു ക്രൂരതയ്ക്ക് 190, 140, 150 കിലോമീറ്റർ അപ്പുറത്തുള്ള നരോദ പാട്ടിയിലെ 97 പേർ എന്ത് പഴച്ചു? അവരെന്ത് പഴച്ചു? അഹമ്മദാബാദ് എത്രയോ 100 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അവിടെയുള്ള ഈ ആളുകൾ എന്ത് പഴച്ചു? 2000-ഓളം ആളുകളെയാണ്, അതെല്ലാം മുസ്ലിങ്ങളല്ലേ. 250-ഓളം സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. അത് ലാലു പ്രസാദ് യാദവ്, അദ്ദേഹം ഒന്ന് രാജ്യത്തിന്റെ റെയിൽവേ മന്ത്രിയാണ്. അദ്ദേഹം അഥവാ റെയിൽവേ മന്ത്രാലയം നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മീഷനാണ് UC ബാനർജിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ. ആ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. ഫോറൻസിക് ലാബിലെ പരിശോധനയും എല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ്. പക്ഷെ അത് ഗുജറാത്ത് ഹൈക്കോടതി അത് സ്വീകരിച്ചില്ല. കമ്മീഷൻ തന്നെ നിയമവിരുദ്ധമാണ് എന്നവർ പറഞ്ഞു. നമസ്കാരം. നമ്മളെ ഈ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല്, നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡില് നല്ല മിടുക്ക് കാണിച്ചിട്ടുള്ള ആൾക്കാര്, അവര് സൂര്യന് താഴെയുള്ള എന്ത് കാര്യത്തിനെ പറ്റിയും അഭിപ്രായം പറയാൻ മിടുക്കരാണ് എന്നാണ് നമ്മുടെ ഒരു വെപ്പ്. നമ്മൾ അതങ്ങോട്ട് സ്വീകരിച്ചു കളയും. ഉദാഹരണത്തിന് ഇപ്പോ യേശുദാസ് ഗംഭീര ഗായകനാണ്, അദ്ദേഹം ഇല്ലാതെ എത്രയോ പതിറ്റാണ്ടായി മലയാളിക്ക് ഒരു ജീവിതമില്ല, അതൊരു കാര്യം. പക്ഷെ യേശുദാസിനോട് നിങ്ങൾ ആണവായുധങ്ങളെ പറ്റിയോ ആണവ ഊർജത്തെ പറ്റിയോ ചോദിച്ചാലോ അദ്ദേഹം എന്തെങ്കിലും പറയും. അദ്ദേഹം അതിലൊരു വിദഗ്ധനല്ല, പറയാം, അദ്ദേഹത്തിന് പറയുന്നതിനെ കൊണ്ട് വിരോധമില്ല. ആ അഭിപ്രായത്തെ ചൊല്ലി നിങ്ങൾ 9 മണിക്ക് ചർച്ച സംഘടിപ്പിച്ചാലോ, അതിനെപ്പറ്റി തർക്കങ്ങൾ ഉണ്ടാക്കിയാലോ എന്ത് ചെയ്യാൻ പറ്റും? ഈ മട്ടിലാണ് ചില ആളുകളെ വെച്ച് നമ്മൾ അങ്ങോട്ട് പറയും. അങ്ങനത്തെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ്, അദ്ദേഹം ഒരു ട്രാവലറാണ്. അത് ചാനലിൽ കാണിച്ച് മലയാളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ഒരു പുതിയ വഴി വെട്ടി തുറന്നിട്ടുള്ള ആളാണ്. അത്രയും ഒക്കെ. പക്ഷെ എന്ന് വെച്ച് സന്തോഷ് ജോർജിന്റെ അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലും ഉള്ളത് എന്തോ വലിയ കാര്യമാണ്, ഇതാണ് ഏറ്റവും ഒരു വയസ്സായിട്ടുള്ള അഭിപ്രായം എന്ന മട്ടിൽ നമ്മൾ കരുതിയാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ യാത്രയും എഴുത്തും പറച്ചിലും ഒക്കെ നോക്കും വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു യാത്രികൻ മാത്രമാണ് അദ്ദേഹം. കേരളത്തിലൊക്കെ എത്രയോ വളരെ ഡീപ്പായി കാര്യങ്ങൾ കാണുന്ന, അത് പങ്കുവെക്കുന്ന, ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന എത്രയോ സഞ്ചാരികളുണ്ട്. ഇദ്ദേഹം അങ്ങനെ അല്ല എന്നുള്ളത് ഞാനൊരു കുറവായി പറയല്ല, അങ്ങനെ അല്ല എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിരിക്കട്ടെ, അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ എല്ലാത്തിനെ പറ്റിയും വളരെ ആധികാരികമായിട്ട് എന്ന മട്ടിൽ പറയല്ലേ, വെൽ സ്റ്റഡീഡ് ആണ് എന്ന മട്ടിൽ പറയാൻ. ഇപ്പൊ ഇത് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ അദ്ദേഹത്തിൻ്റെതായി ഒരു വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുക. അത് സംഘപരിവാറുകാരും കാസക്കാരും ഒക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. എന്താന്ന് വെച്ചാല്
ഗോദ്രയിലെ തീവണ്ടി അപകടം അത് മുസ്ലിം തീവ്രവാദികൾ വർഗീയവാദികൾ കത്തിച്ചതാണ് എന്ന് അദ്ദേഹം അവിടെ പോയി കണ്ടെത്തി ആധികാരികമായി എന്ന മട്ടിൽ. ഇത് പറയാൻ വേണ്ടിയല്ല അദ്ദേഹം ഗുജറാത്തിൽ നടത്തിയ ഒരു യാത്രയെ പറ്റിയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അതിലൊരു 3-4 മിനിറ്റ് വ്യാപകമായ തോതിൽ പ്രചരിക്കാൻ, അതായത് സന്തോഷ് ജോർജ് വരെ പറഞ്ഞു ഗോദ്രയിൽ മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളെ ചുട്ടുകൊന്നതാണ്, അതിന്റെ തിരിച്ചടിയാണ് എന്ന് ഇവിടെയുള്ള മലയാളികളായിട്ടുള്ള നമ്മുടെ RSS സുഹൃത്തുക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ തിരിച്ചടിയാണ്. അടിച്ചാൽ പിന്നെ തിരിച്ചടി കിട്ടില്ലേ, പിന്നെ കിടന്ന് മോങ്ങുന്നോ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അതിന് ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് ഗോദ്ര കാര്യത്തെ പറ്റി ഒന്ന് നോക്കാം. ഗോദ്രയിലെ തീവണ്ടി അപകടം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 2001 ഫെബ്രുവരി മാസം 27 അയോധ്യയിൽ നിന്ന് തിരിച്ചു വരികയായിരുന്ന സബർമതി എക്സ്പ്രസ് ആണ് അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതിലെ 6-7 കോച്ചുകളാണ്, അതിലാണ് അഗ്നി തീ പടർന്നത്. യഥാർത്ഥത്തിൽ രാത്രി ഒരു 2:30-3 മണിയുടെ മുന്നേ, വെളുപ്പിന് 3 മണിക്ക് മുന്നേ വരേണ്ടിയിരുന്ന ട്രെയിൻ വളരെ വൈകിയാണ് വന്നത്. രാവിലെ 8-8:30 മണിയോട് കൂടിയാണ് വരുന്നത്. അതിന് ഈ ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി പറഞ്ഞാൽ 190 കിലോമീറ്റർ അപ്പുറത്ത് സിഗ്നൽ കാലിയ എന്ന ഒരു സ്ഥലത്ത് ഈ ട്രെയിൻ അവിടെ നിർത്തിയിടുന്നു. അവിടെ വെച്ചാണ് തീ പടർന്നത്. ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചല്ല തീ പടർന്നത്. ഈ 2 ബോഗികളാണ് ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിച്ചത്. 59 പേരാണ് അതിനകത്ത് വളരെ ദാരുണമായ വിധത്തിൽ കൊല്ലപ്പെട്ടത്. ഈ 59 പേരിൽ 5 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. മറ്റുള്ള ആൾക്കാരെയൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അതിൽ 19 പുരുഷന്മാരുണ്ട്, 25-26 സ്ത്രീകളുണ്ട്, ബാക്കി കുട്ടികളാണ്. അവർ ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ എന്നൊന്നും അറിയില്ല, പറഞ്ഞല്ലോ, തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? എന്താണ് സംഘപരിവാറിന്റെ ഒരു നരേഷൻ? എന്താണ്? ഈ ഭാഗം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ മുസ്ലിങ്ങൾ ആക്രമിച്ചു, പെട്രോൾ ഒഴിച്ചു, പുറമേ എത്രയോ 150 ലിറ്റർ, പിന്നെ പെട്രോളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, എന്നാലും അങ്ങനെ കത്തിച്ചു എന്ന മട്ടിലാണ്. യഥാർത്ഥത്തിൽ പല അഭിപ്രായങ്ങൾ ഇതിനെ പറ്റിയുണ്ട്. ഈ സംഭവം നടന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ കളക്ടർ ജയന്തി രവി എന്നാണ് അവരുടെ പേര്, ഗോദ്ര ജില്ലാ കളക്ടറായിരുന്നു അക്കാലത്ത്. അവർ ആ സംഭവ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇതൊരു അപകടമാണ്. അങ്ങനെയാണ്, ഒരു അപകടമാണ്, എങ്ങനെയോ തീ പടർന്നതാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. അന്നേ ദിവസം തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള വാജ്പേയി പറയുന്നത് ഇതൊരു അപകടമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഗുജറാത്ത് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, തുടർന്നുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം എന്നുള്ളതാണ്. പക്ഷെ ഉച്ചയോടുകൂടി അവിടെ എത്തിയിട്ടുള്ള നരേന്ദ്രമോദി, അദ്ദേഹത്തിന് ഇടം വലമൊന്നും നോക്കാതെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് ISI എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ചാര സംഘടന, അതിന്റെ ഒരു മുൻകൈയിൽ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെ നടന്നിട്ടുള്ള ഒന്നാണ്, ഇത് ഭീകരാക്രമണമാണ് എന്ന് അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നു. അപ്പോഴേക്ക് VHPയും ബജറംഗ് ദളും എല്ലാം പിറ്റേന്ന് എന്ന് വെച്ചാൽ ഫെബ്രുവരി 28 ബന്ദെല്ലാം പ്രഖ്യാപിച്ചിരുന്നു. ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം നേരിട്ട് പിറ്റേന്ന് ബന്ദിന് ആഹ്വാനം ചെയ്യാൻ. എന്താണ് അതിന്റെ കാരണം? മുസ്ലിം ഭീകരവാദികൾ ഇങ്ങനെ ഹിന്ദു തീർത്ഥാടകരെ, കർഷകരെ കൊലപ്പെടുത്തി, അതിന് പ്രതിഷേധിച്ച്, ആരാണ് പറയുന്നത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊന്നുമല്ല, മോദി തന്നെ സ്വയം പറയാൻ. ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അന്നേ ദിവസം തന്നെ 27 വൈകുന്നേരം അപ്പോഴേക്ക് കർഫ്യൂ ഒക്കെ ആയി, ആ പ്രദേശത്ത് നിരോധനാജ്ഞയായി. അന്നേ ദിവസം തന്നെ വൈകുന്നേരത്ത് 40ഓളം മുസ്ലിങ്ങളുടെ കടകൾ അനധികൃതമാണ് എന്ന് പറഞ്ഞ് അവിടെ ഇടിച്ചു നിരത്തുന്നു, അക്രമങ്ങൾ ആരംഭിക്കുന്നു. അപ്പൊ ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞ പോലെ പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ സന്തോഷ് ജോർജ് എല്ലാം പറയുന്നത് ആധികാരികമായി എനിക്ക് മനസ്സിലായി എന്ന മട്ടിലാണ്. അങ്ങനെ ആധികാരികമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് എവിടെ നിന്നായിരിക്കാം? ഒന്ന് സംഘപരിവാറിന്റെ നരേഷനാണ്. അതിന് സഹായകരമായ തരത്തിൽ നാനാവതി കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. അതിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. നാനാവതി കമ്മീഷനെ മോദി ഗവൺമെന്റ് നിയോഗിച്ചതാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അവർ പറയുന്നു 1000ഓളം ആളുകൾ അവിടെ സംഘടിക്കുന്നു, പെട്രോൾ ഒഴിക്കുന്നു, തീ കത്തിക്കുന്നു, അങ്ങനെ പറയാൻ. ഈ ഒരു കമ്മീഷൻ ഈ റിപ്പോർട്ട് എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത്? അവര് ഈ 1000 ആളുകളെ സാക്ഷികളെ വിസ്തരിച്ചോ? ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാനാവില്ല. അവർക്ക് അതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഈ സംഭവം അന്വേഷിച്ചിട്ടുള്ള രാകേഷ് അസ്താന എന്നൊരു IPS ഓഫീസർ ഉണ്ട്. അദ്ദേഹം ബീഹാർ സ്വദേശിയാണ്. ഇന്നത്തെ ഝാർഖണ്ഡിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഡൽഹി കാഡറിലുള്ള ഒരു IPS ഓഫീസറാണ്. അദ്ദേഹം സംഘപരിവാറിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. എന്താണ് ആ പ്രിയത്തിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ,
അദ്ദേഹമാണ് ലാലു പ്രസാദ് യാദവിനെ, ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദിനെ കാലിത്തീറ്റ കുംഭകോണ കേസിൽ പെടുത്തിയത്. ലാലു പ്രസാദ് അറിയാലോ, മറ്റേ അദ്വാനിയുടെ രഥയാത്രയെ ബീഹാറിൽ തടഞ്ഞത് മുതൽ സംഘപരിവാറിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ശത്രുവാണ്. അതിനെ തുടർന്ന് അദ്ദേഹത്തെ കേസിൽ പെടുത്തുന്നു. അത് ഒരു കാര്യം. അപ്പോ ഈ ഒരു കാരണം കൊണ്ട് ഈ രാകേഷ് അസ്താന മോദിയുടെ സംഘപരിവാറിന്റെ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേകമായി മോദി സർക്കാർ നിയോഗിക്കുന്നത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അതുവരെ അവിടെ കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാര് അല്ലെങ്കിൽ പ്രാഥമികമായി സംസ്ഥാന സർക്കാരിന്റെ ഈ സംവിധാനങ്ങൾ ആകെ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ സംശയിച്ചിട്ടുള്ള കാര്യങ്ങളെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ഇത് മുസ്ലിം തീവ്രവാദികൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ആസൂത്രിതമായ ഒരു തീവെപ്പാണ് എന്ന മട്ടിൽ പറയുന്നത്. അതിന് ആ ഒരു റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടാണ് നാനാവതി കമ്മീഷൻ ഈ ഒരു നിഗമനത്തിലെത്തുന്നത്. ഇതാണ് ഇവരുടെ ആധികാരികമായ സോഴ്സ്. അതേസമയം നോക്കൂ, അവിടെ RB ശ്രീകുമാർ ഉണ്ട്. അദ്ദേഹം ഗുജറാത്തിലെ DGP ആണ്. DGP ആയാലും കൊള്ളാം, ദേവേന്ദ്രൻ ആയാലും കൊള്ളാം, സംഘപരിവാറിനും മോദിക്കുമെതിരെ പറഞ്ഞാൽ രാജ്യദ്രോഹികളാണ്. അതിനനുകൂലമായി പറഞ്ഞാലോ നിങ്ങൾ ആരായാലും കുഴപ്പമില്ല, അവര് രാജ്യസ്നേഹികളാണ്. ഇതാണ് കാലങ്ങളായിട്ടുള്ള ഒരു RSS ലൈൻ. എങ്ങനെയാണ്, എന്താണ് RB ശ്രീകുമാർ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഈ ട്രെയിൻ ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത്. ഉത്തർപ്രദേശിലെ ഇന്റലിജൻസ് മേധാവി ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ, സഹപാഠിയോ എന്തോ ആണ്. അപ്പൊ അദ്ദേഹം RV ശ്രീകുമാറിനോട് പറഞ്ഞു എന്ന ശ്രീകുമാർ പറയുന്നതാണ്, ഈ ട്രെയിൻ പുറപ്പെട്ട സമയം തൊട്ടിട്ട് തന്നെ ഈ അതിലുള്ള കർഷകരായിട്ടുള്ള ആളുകൾ കുറച്ച് കുഴപ്പങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആളുകളുമായിട്ട് തട്ടിക്കയറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നോക്കാനും അതിലൊരു ഒരു ശ്രദ്ധ എന്നുള്ള നിലയ്ക്ക് 4 പോലീസുകാരെ UP സർക്കാർ ഈ ട്രെയിനിൽ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ സക്സേനയോ അഥവാ നാനാവതി കമ്മീഷനോ ഈ പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് വളരെ കൃത്യമായി 6ഉം 7ഉം കോച്ചുകളിലാണ്. ഈ 6ഉം 7ഉം കോച്ചുകളിൽ കർഷകർ മാത്രമേ ഉള്ളൂ എന്ന് ആരാണ് തീരുമാനിച്ചത്? ഈ പുറമെയുള്ള 1000-ഓളം വരുന്ന ജനക്കൂട്ടത്തിന് അത് കൃത്യമായി അറിയാമായിരുന്നോ? 1000-ഓളം ജനക്കൂട്ടം ഒരു ട്രെയിൻ ആക്രമിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ആക്രമണം? വളരെ കൃത്യമായി 2 ബോഗികൾ വേറെ അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല, അങ്ങനെ ഒരു ആക്രമണം 4, 5, 10 ആളുകൾ വേണമെങ്കിൽ അങ്ങനെ നടത്തും. 1000-ഓളം വരുന്ന അല്ലെങ്കിൽ അതിലധികം വരുന്ന ഒരു മോബ്, ഒരു ആൾക്കൂട്ടം അങ്ങനെ ഒരു ആക്രമണം സംഘടിപ്പിക്കും അപ്പുറത്തൊന്നും പോകാതെ. എങ്ങനെയാണ് വളരെ കൃത്യമായി ഇതിലാണ് കർഷകർ എന്ന് അവർ തീരുമാനിച്ചത്? എങ്ങനെയാണ്? ഇതൊക്കെയാണ് സംശയത്തിന് ഇട നൽകുന്ന കാര്യങ്ങൾ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ അവിടെ അന്വേഷണം നടത്തിയിട്ടുള്ള പല ഏജൻസികൾ, അതുപോലെ തന്നെ സ്വതന്ത്ര നിരീക്ഷകരായിട്ടുള്ള മാധ്യമങ്ങൾ, അങ്ങനെ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ റെയിൽവേ ലൈന് ട്രാക്ക് പോകുന്നത് താഴെ നിന്നും ഒരു 10-15 അടി ഉയരത്തിലാണ്. അപ്പൊ അങ്ങനെ ആ സ്ഥലത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കല്ലെല്ലാം വലിച്ചെറിയാം. പക്ഷെ അത്രയും ഉയരത്തിലേക്ക് ഈ കാനിൽ കൊണ്ടുവന്ന പെട്രോൾ ഒഴിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പെട്രോൾ അകത്തു നിന്ന് ഒഴിക്കാൻ പറ്റുള്ളൂ, ബോഗിയുടെ അകത്തു നിന്ന് മാത്രമേ സാധിക്കുള്ളൂ. പുറമെ നിന്ന് പെട്രോൾ വലിച്ചെറിയുക അസാധ്യമാണ് എന്ന ഭൂപ്രദേശത്തിന്റെ സ്വഭാവം കണക്കാക്കി പറയുന്ന ആളുകളുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിൽ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു 8-അംഗ സംഘം സിറ്റിസൺ ട്രിബ്യൂണൽ എന്ന പേരിൽ അവര് അവിടെ സന്ദർശനം നടത്തി, ആളുകളെ കണ്ടു. അവർ വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളിയായിട്ടുള്ള ജോസി ജോസഫ് എന്ന ഒരു പത്രപ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിന്റെ ദ സൈലന്റ് കൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്റ്റേറ്റ് എന്ന ഒരു പുസ്തകം. അത് മലയാളത്തിൽ നിശബ്ദ അട്ടിമറി എന്ന പേരിൽ വന്നിട്ടുണ്ട്. ഞാൻ പ്രിയപ്പെട്ട സംഘപരിവാർ സുഹൃത്തുക്കളോട്, നിങ്ങൾ ഈ ബുദ്ധിയൊന്നും പണയം വെക്കാതെ, മുൻവിധികളില്ലാതെ ഇതൊക്കെ കൂടി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഈ വാട്സപ്പിൽ വരുന്നത് മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. വളരെ കൃത്യമായി അദ്ദേഹം ഇതുപോലെയുള്ള നിരവധി സ്വതന്ത്ര ഏജൻസികളുടെ എല്ലാം നിരീക്ഷണങ്ങൾ അതിലെടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ സിറ്റിസൺ ട്രിബ്യൂണൽ പറഞ്ഞല്ലോ, VR കൃഷ്ണയ്യരാണ്. കൃഷ്ണയ്യരെ പറ്റി ഇപ്പോ സംഘപരിവാറുകാർ എന്ത് പറയും എന്നറിയില്ല. റോമിലോ ഥാപ്പറയൊക്കെ പറയുന്നത് പോലെ തെറി പറയുമോ എന്നറിയില്ല. ഏതായാലും മോദി പറഞ്ഞിട്ടുള്ള എന്താണ്, അദ്ദേഹം പൊതു മനസ്സാക്ഷിയുടെ ഒരു പ്രതീകമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് എന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത്. ആ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള ഈ ട്രിബ്യൂണൽ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മോദി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് മുസ്ലിം ആക്രമണകാരികൾ നടത്തിയതാണ് എന്ന്. ഈ ഗോദ്ര കലാപം എന്നാണ് സന്തോഷ് ജോർജ് പറയുന്നത്. പൊന്നു സാറേ, ഗോദ്ര കലാപമൊന്നുമില്ല, അതൊരു ആക്സിഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ദുരന്തമാണ്. അത് എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയാണ് തർക്കം. അത് അപകടം സംഭവിച്ചതാണ് എന്ന് ഇവർ നിരീക്ഷിക്കുന്നു.
UC ബാനർജി കമ്മീഷൻ ഉണ്ട്. അതെന്താണ്? അത് ലാലു പ്രസാദ് യാദവ്, അദ്ദേഹം ഒന്ന് രാജ്യത്തിന്റെ റെയിൽവേ മന്ത്രിയാണ്. അദ്ദേഹം അഥവാ റെയിൽവേ മന്ത്രാലയം നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മീഷനാണ് UC ബാനർജിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ. ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഉണ്ട്. ഫോറൻസിക് ലാബിലെ പരിശോധനയും എല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ്. പക്ഷെ അത് ഗുജറാത്ത് ഹൈക്കോടതി അത് സ്വീകരിച്ചില്ല. ആ കമ്മീഷൻ തന്നെ നിയമവിരുദ്ധമാണ് എന്നവർ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതിന്റെ കണ്ടെത്തലുകളൊന്നും സംഘപരിവാറുകാർക്ക് പ്രശ്നമല്ലല്ലോ. അപ്പൊ ഇങ്ങനെ പലരും സംഘപരിവാർ നരേഷന് വിരുദ്ധമായി തെളിവുകളോടെ, ശാസ്ത്രീയമായ തെളിവിന്റെ പിൻബലത്തോടെ ഇത് അപകടമാകാൻ ഇടയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള ഈ സിറ്റിസൺ ട്രിബ്യൂണൽ, പൗര ട്രിബ്യൂണൽ, അവരുടെ കണ്ടെത്തലിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പറഞ്ഞല്ലോ 59 പേരാണ് മരിച്ചത്. ഈ 59 പേർ മരിച്ചപ്പോ ആ ബോഡി ഏറ്റുവാങ്ങിയത് ആരാ? 5 ആളെ തിരിച്ചറിഞ്ഞുള്ളൂ, ബാക്കി ആളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബോഡി ഏറ്റുവാങ്ങിയത് VHPയുടെ ഒരു നേതാവാണ്, ജയ്ദീപ് പട്ടേൽ. എന്താണ് അതിന്റെ ഒരു കാര്യം? അവരാണോ ഈ ബോഡി ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റുവാങ്ങേണ്ടത്? അവർക്ക് എന്താണ് ഇതിൽ കാര്യം? എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്നറിയോ? അവരെ ഈ ഗോദ്രയിൽ നിന്ന് ഈ ബോഡി 59 കത്തിക്കരിഞ്ഞ ശവശരീരങ്ങളുമായി അഹമ്മദാബാദിലേക്ക് പോയി. എത്ര ദൂരമുണ്ട്? 130-140 കിലോമീറ്റർ ദൂരമുണ്ട്. വാഹന വ്യൂഹങ്ങളുടെ അകമ്പടിയോടെ അഹമ്മദാബാദിലേക്ക് പോവുകയാണ്. നഗരത്തിൽ എല്ലായിടത്തും ഈ ബോഡി വെച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്താൻ, ജനങ്ങളോട് കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ. തുടർന്നാണ് 2 ദിവസം 28 മാർച്ച് 1 കലാപം നടക്കാൻ. എന്താണ് സിറ്റിസൺ ട്രിബ്യൂണലിന്റെ റിപ്പോർട്ടിലുള്ളത്? വായിക്കാം കേട്ടോ. കത്തിക്കരിഞ്ഞ, തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ ഗോദ്രയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വാഹന ഘോഷയാത്രയുടെ അകമ്പടിയോടെ കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയാണ്. ഈ വാഹന വ്യൂഹം അഹമ്മദാബാദിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും പാർട്ടിയുടെ അനുബന്ധ സംഘടനകളും പ്രതികാരം ചെയ്യാൻ ജനക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഈ പ്രവൃത്തികളെ കണ്ടില്ലെന്ന് നടിക്കുകയും ഗോദ്ര സംഭവം കുടിലമായ ഒരു ഗൂഢാലോചന ആണെന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നടപടി അപലപനീയമാണ്. ഗോദ്രയ്ക്ക് ശേഷം ഗുജറാത്തിൽ ഉടനീളം പടർന്നു പിടിച്ച അക്രമ സംഭവങ്ങൾക്ക് മുഖ്യമന്ത്രിയാണ് പ്രാഥമികമായും ഉത്തരവാദി. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള ട്രിബ്യൂണലിന്റെ കണ്ടെത്തലാണ്. അതുപോലെ തന്നെ മോദി നിരന്തരമായി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ആ കാലത്തെല്ലാം. അദ്ദേഹം പറഞ്ഞു സർക്കാർ ഇടപെട്ടു, കരസേനയെ വിന്യസിച്ചു. എന്നാൽ 2 ദിവസം കരസേനയ്ക്ക് ഗോദ്രയിലോ അല്ലെങ്കിൽ കലാപം നടക്കുന്ന സമയത്തോ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല എന്ന് ആരാണ് പറഞ്ഞത്? അത് പറഞ്ഞത് സമീറുദ്ദീൻ ഷാ, ലഫ്റ്റനന്റ് ജനറലാണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹമാണ് കരസേനയെ ഗുജറാത്തിൽ ഈ കലാപം നടന്ന കലാപമല്ല കേട്ടോ, യഥാർത്ഥത്തിൽ വംശഹത്യയാണ്. നമ്മൾ കലാപം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വംശഹത്യ നടന്ന 2-3 ദിവസങ്ങളിൽ കരസേനയെ ഈ പ്രദേശത്ത് വിന്യസിക്കാൻ ചുമതലപ്പെട്ട ലഫ്റ്റനന്റ് ജനറൽ അദ്ദേഹം എന്താ പറയുന്നത്? ശ്രദ്ധിക്കൂ. ഫെബ്രുവരി 28 രാത്രിയും മാർച്ച് 1 അതിപ്രധാനമായ സമയം. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത്. 1-ാം തീയതി വെളുപ്പിന് 2 മണിക്ക് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടതാണ്. മാർച്ച് 1 മുഴുവൻ സമയവും കരസേനാ വ്യൂഹത്തിന് എയർഫീൽഡിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വന്നു. 2-ാം തീയതി മാത്രമാണ് ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അനുമതിയും വാഹനവും കിട്ടിയത്. അപ്പോഴേക്കും കലാപം പൂർണ്ണതോതിൽ നടന്നു കഴിഞ്ഞിരുന്നു. ധാരാ പറഞ്ഞത് ലഫ്റ്റനന്റ് ജനറൽ കരസേനയുടെ. അദ്ദേഹം പറയാൻ അപ്പൊ മോദി കള്ളം പറയുകയാണ്. ഈ 2-3 ദിവസം വളരെ നിർണായകമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാരുടെ ഒരു നരേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അടിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. ഗോദ്രയ്ക്കും 190 കിലോമീറ്റർ അപ്പുറത്ത് നടന്നിട്ടുള്ള ഒരു കലാപം ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഇത് മുസ്ലിം വർഗീയവാദികൾ നടത്തിയതാണ് എന്ന് കരുതുക. 91 പേര് പ്രതി ചേർത്ത് കുറ്റപത്രമൊക്കെ ഉണ്ടാക്കി 31-32 പേരെ അതിൽ ശിക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു കുറ്റത്തിന്, ആ ഒരു കൃത്യത്തിന്, ആ ഒരു ക്രൂരതയ്ക്ക് 190, 140, 150 കിലോമീറ്റർ അപ്പുറത്തുള്ള നരോദ പാർട്ടിയിലെ 97 പേർ എന്ത് പഴച്ചു? അവരെന്ത് പഴച്ചു? അഹമ്മദാബാദ് എത്രയോ 100 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അവിടെയുള്ള ഈ ആളുകൾ എന്ത് പഴച്ചു? 2000-ഓളം ആളുകളെയാണ്. അതെല്ലാം മുസ്ലിങ്ങളല്ലേ. 250-ഓളം സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുകയാണ്. എല്ലാം മുസ്ലിങ്ങളാണ്. എത്രയോ ഇരകളുണ്ടല്ലോ. ബിൽക്കീസ് ബാനുവിനെ നമ്മൾ മറന്നോ? 11 പേരാണ്. വെസ്റ്റ് ബേക്കറി കേസ്. വെസ്റ്റ് ബേക്കറി ഒരു മുസ്ലിമിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ബേക്കറിയാണ്. അതില് തീവച്ചു.
അഥവാ ഗോദ്രയിൽ ഈ ഈ ബോഗി കത്തിച്ചത് മുസ്ലിം തീവ്രവാദികളാണെങ്കിൽ ബെസ്റ്റ് ബേക്കറിയിലെ ഈ മനുഷ്യർ എന്ത് ചെയ്തു, എന്ത് പഴച്ചു, എന്ത് ചെയ്യണം മുഖ്യമന്ത്രി, എന്ത് ചെയ്യണം ഭരണകൂടം, സർക്കാർ, പോലീസ് എന്ത് ചെയ്യണം? അവരെ ശിക്ഷിക്കല്ലേ വേണ്ടത്? 14 പേരാ മരിച്ചത്. 11 പേർ ഈ കുടുംബാംഗങ്ങളും, അവരെല്ലാം മുസ്ലിങ്ങളാണ്. 3 പേർ അതിലെ ജീവനക്കാരാണ്, അവർ ഹിന്ദുക്കളായിരുന്നു. അത് തീ വെച്ചവർ അറിഞ്ഞില്ല, ജീവനക്കാരാരാണ് എന്ന് അറിയില്ലല്ലോ. ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത് അവർ ഗർഭിണിയായിരുന്നു, അത് ഉള്ളതല്ലേ. 11 പേരെ ശിക്ഷിച്ചില്ലേ, കോടതി ശിക്ഷിച്ചു. അവസാനം ഹൈക്കോടതി അവരെ റിലീസ് ചെയ്തു. ബിൽക്കിസ് ബാനുവിന് വേണ്ടി CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ അരളി കൊടുത്തു. അവരെ വീണ്ടും സുപ്രീം കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. ആരാണ് ബിൽക്കിസ് ബാനുവിന്റെ ഈ കൂട്ടബലാത്സംഗം ചെയ്ത പ്രതികൾ പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് സ്വീകരണം കൊടുത്തതാരാ? സംഘപരിവാറല്ലേ, RSS അല്ലേ, BJP അല്ലേ? പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ ഇവർ ചെയ്യുന്നത്. എന്താണ് വാജ്പേയി പറഞ്ഞല്ലോ, ഇത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി അവസാനം മാർച്ച് 1 ആയപ്പോൾ 2-3 ദിവസം നരേന്ദ്രഭായി ഞങ്ങൾക്ക് അവസരം തന്നു എന്ന് തെഹൽക്കയുടെ ഒളിക്യാമറയുടെ മുൻപിൽ പറഞ്ഞതാരാ? ഇപ്പോ ഈ എമ്പുരാൻ സിനിമയിൽ വില്ലൻ കഥാപാത്രമായി ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ബൽരാജ് എന്നൊന്നാക്കി മാറ്റിയിട്ടുണ്ട്. ബാബുഭായ് പട്ടേൽ ബജ്രംഗളിന്റെ നേതാവാണ്. അദ്ദേഹം നരോദ പാട്ടിയ ഈ കൂട്ടക്കൊലയിലെ ഒരു പ്രതിയാണ്, കോടതി ശിക്ഷിച്ചയാളാണ്. ഇപ്പോ പരോളിൽ നടക്കാൻ അദ്ദേഹം പറഞ്ഞില്ലേ, അതിപ്പോ പ്രചരിച്ചുകൊണ്ടിരിക്കല്ലേ. നിങ്ങൾക്ക് എന്താണ് മറുപടി? ജഡ്ജിനെ വരെ സ്വാധീനിക്കാൻ ഈ ഫയലൊന്നും തുറന്നു നോക്കാതെ ഞങ്ങൾക്ക് ജാമ്യം തരികയാണ്, നരേന്ദ്രഭായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അയാൾ പറഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴും ഒരു ഭാഗത്ത് അടിക്ക് തിരിച്ചടിയാണ് എന്ന് പറയല്ലേ ചെയ്യുന്നത്. എന്താണ് മാർച്ച് മാസം ആദ്യം മോദി ചെയ്തത്? ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്, ആ ക്യാമ്പുകളിലെല്ലാം മുസ്ലിങ്ങളാണ്. ക്യാമ്പുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. പിന്നീട് ആ തീരുമാനം മാറ്റി. ഏപ്രിൽ മാസത്തിലാണ് വാജ്പേയി ക്യാമ്പുകൾ സന്ദർശിച്ചത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ നിമിഷം വരെ മുഖ്യമന്ത്രി പോയിട്ടില്ല, ഒരു ദുരിതാശ്വാസ ക്യാമ്പിലും ഗുജറാത്തിലെ മുഖ്യമന്ത്രി പോയിട്ടില്ല. ക്യാമ്പുകൾ സന്ദർശിച്ച് പുറത്തു വന്ന വാജ്പേയി രാജധർമ്മം പാലിക്കണം എന്ന് മോദിയെ ഇരുത്തി പറഞ്ഞില്ലേ. ആര് പാലിക്കണം? നമ്മൾ ആരെങ്കിലും പാലിക്കണമെന്നാണോ? ഗുജറാത്ത് സർക്കാർ, നരേന്ദ്രമോദി രാജധർമ്മം പാലിക്കണം എന്ന് വാജ്പേയി പറഞ്ഞോ ഇല്ലയോ? സംഘികളാണ് മറുപടി പറയേണ്ടത്. പറഞ്ഞു. അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. ആ വിധത്തിൽ നരേന്ദ്രമോദി ഒറ്റപ്പെട്ടു. അദ്വാനിയുടെ എല്ലാം ഒരു കൈയോടെ രക്ഷപ്പെട്ടു. അങ്ങനെയല്ലേ ഉണ്ടായത്? ഇതാണ് വസ്തുത എന്നിരിക്കെ ഈ ഗോദ്ര സംഭവത്തെ മുൻനിർത്തിയാണ് ഈ കലാപം ഉണ്ടായത് എന്ന മട്ടിൽ, അതൊരു അടിക്ക് തിരിച്ചടിയാണ്, അവിടെയും ഇവിടെയും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന മട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നരോദ പാട്ടിയ കൂട്ടക്കൊലയിൽ 97 പേരാണ് മരിച്ചത്. ഒരു ഹിന്ദു ഉണ്ടോ? ഞാൻ ഉണ്ടാവണമെന്നല്ല പറയുന്നത്, ഒരു ഹിന്ദുവുമില്ല. തെരഞ്ഞു പിടിച്ച് വോട്ടർ ID നോക്കി, വോട്ടർ പട്ടിക നോക്കി തെരഞ്ഞു പിടിച്ച് ആളുകളെ ചുട്ടുകൊല്ലുന്നു, കലാപം നടത്തി. ആ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? 2001 ഹരേൻ പാണ്ഡ്യ എന്ന BJPയുടെ നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം കേശുഭായ് പട്ടേലിന്റെ മന്ത്രിസഭയിലെല്ലാം ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, സ്റ്റേറ്റ് ഗവൺമെന്റിന് വീഴ്ച പറ്റി എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നീട് കൊല്ലപ്പെടുകയുണ്ടായി. ഇതുവരെ ആ കൊലപാതകികൾ ആരാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എത്രയോ കൊലപാതകങ്ങൾ, വ്യാജ എൻകൗണ്ടറുകൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടില്ലേ. ഇപ്പോ കാലം കഴിഞ്ഞു പോയപ്പോ ഇതെല്ലാം മറക്കുകയാണ് എന്ന മട്ടിൽ, ആളുകൾ മറന്നിട്ടുണ്ടാകും എന്ന മട്ടിൽ നിൽക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ മറക്കാൻ സാധിക്കുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, അഥവാ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, കേരളത്തിലെ ചില സംഘപരിവാറുകാരുടെ ആക്രോശങ്ങളാണ്. അവരുടെ ആക്രോശങ്ങൾ കാണുമ്പോൾ എമ്പുരാൻ സിനിമയിലെ മുന്നേയാണ് ഓർമ്മ വരിക. എന്താണ്? ഒരു സന്ദർഭം കിട്ടുമ്പോൾ, മുന്നേ സിനിമ കണ്ടവർക്കറിയാം, മുന്ന അവരുടെ യജമാനത്തിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സെർവന്റാണ്. ഈ മുസ്ലിം സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അഭയം കൊടുക്കുന്നു അവർ പറഞ്ഞിട്ട്. അവസാനം ആ സമയത്തെല്ലാം എന്താ, വളരെ ഒബീഡിയന്റ് ആയിട്ട് നിൽക്കാൻ. സംഘപരിവാർക്കാരെ കയറി വന്ന് ഈ വീട് അഗ്നിക്കിരയാക്കി കലാപങ്ങളെല്ലാം നടത്തുമ്പോൾ അവര് തന്റെ യജമാനത്തിയെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആ മൃതദേഹത്തിന് മുകളിൽ ചവിട്ടി നിന്ന് അട്ടഹസിച്ച് നൃത്തം വയ്ക്കുന്ന ഒരു മുന്നയുണ്ട്. കേരളത്തിലെ സംഘപരിവാറുകാർ യഥാർത്ഥത്തിൽ മുന്നയാണ്. അത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ഒരു തഞ്ചം കിട്ടിയാൽ തക്കം പാർത്തിരിക്കുന്ന അവർ മതേതര കേരളത്തിന്റെ നെഞ്ചത്ത് ചവിട്ടി നൃത്തം വയ്ക്കും. ഇപ്പോൾ അവർക്കതിന് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിച്ച് വസ്തുതാപരമായി, യുക്തിസഹമായി, ചരിത്രപരമായി കാര്യങ്ങളെ കാണാൻ
ഒന്ന് പരിശ്രമിക്കണമെന്ന അഭ്യർത്ഥന മതേതര കേരളത്തിന്റെ അഭ്യർത്ഥനയാണ്. വാട്സാപ്പിൽ നിന്ന് കിട്ടിയത് മാത്രം പ്രചരിപ്പിച്ച് വിശ്വസിച്ച് ഈ നാട്ടിൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ നിൽക്കരുത് എന്ന് ഈ നാട്ടിലെ സകല സംഘപരിവാറുകാരോടും കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടേണ്ട ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്.